അടുത്ത കെമിസ്ട്രി ചെയ്യുന്നതാണ് കഴിയാൻ മേല. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വന്നിരിക്കുന്നു. എനിക്ക് നാരങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോട്ടീൻ നന്നായി പരീക്ഷ എഴുതാൻ പറ്റട്ടെ. അപ്പം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു പറയാം. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സെറ്റായിരുന്നു എന്നുള്ളത് പറയാം. പിന്നെ കമൻറ്റ് ഡൗൺ. അപ്പോൾ എനിക്ക് സമാധാനം, നിങ്ങൾക്കിപ്പോൾ സമാധാനം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രിയാണ് എനിക്ക് സീൻ. വിചാരിക്കുന്ന പോലെ ഒന്നും കെമിസ്ട്രി നിൽക്കാറേയില്ല. ഇപ്പം എന്താ ഇന്ന് പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, സമയമില്ലല്ലോ. സോ സെറ്റാക്കണം. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ശേഷം എൻ്റെ കൈയൊന്നും എനിക്കൊരു ഉണ്ടെന്ന് അറിയുന്നില്ല. അത്രയും വേദനയുണ്ട് എനിക്ക്. എഴുതി കഴിച്ചതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കൈവേദന. ഞാൻ ഇത്രയും അങ്ങനെ എഴുതാറില്ല സത്യം പറയാം. 10 ഞാനിങ്ങനെ എഴുതിയിട്ടില്ല. ഇംഗ്ലീഷും ഹിന്ദി പരീക്ഷ ഞാൻ ഉറങ്ങലാണ് മെയിൻ. ഉറക്കമായിരുന്നു മെയിൻ. ഉറങ്ങാൻ പോയിട്ടൊന്ന് വെള്ളം കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത്രയും ചോദ്യങ്ങളുണ്ടായിരുന്നു എഴുതാനായിട്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കെമിസ്ട്രിയാണ് എനിക്ക് നാളെ പരീക്ഷ. ഇതൊക്കെ ആരാണോ കണ്ടുപിടിച്ചത്? എനിക്കൊന്നും വേറെ പണി ഉണ്ടായില്ലേ? അപ്പോൾ എന്തോരം തെർമോന്ന് ഒരു വക മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പാഠം പഠിക്കാൻ വേണം ഒരു ദിവസം. ഒരു അരമണിക്കൂറല്ല, അര ദിവസം കൊണ്ട് ഞാൻ എന്ത് കാണിക്കാനാ? അറിയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഗ്ലോയിൻ്റെ കാരണം ഞാൻ പറയാം. ഒരു കൊച്ചു കമൻ്റ് ഇട്ടേക്കണം ഞാൻ കണ്ടു. ചേച്ചി എക്സാം ആയപ്പോൾ ഭയങ്കര ഗ്ലോ ആണെന്തോന്ന്. ഭയങ്കര ഗ്ലോ ഇപ്പോൾ ഫേസിന്. ഫുൾ ടൈം വിക്സ് പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ മുഖത്ത് നിറച്ച് വിക്സാണ് ഇപ്പോൾ. വിക്സ് മാത്രമേ, ദിസ് ഇസ് ദ ക്രീം ഐ എം യൂസിങ് നൗ. എൻ്റെ പോലെ വിക്സ് പറ്റി വിക്സ് ഇപ്പോൾ അഡിക്ഷനാണ്. നല്ല രസമാണ്. എനിക്കിപ്പോൾ എന്നും രാത്രി തലവേദനയുണ്ട്. ഉറങ്ങാണ്ടോന്നോന്ന് മര്യാദയ്ക്ക്. കുറച്ച് കണ്ണിലൊക്കെ വന്നേക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുക. വിക്സ് പറ്റുക, മുഖം നന്നായി ഗ്ലോ ആവും. പരീക്ഷയ്ക്ക് മാർക്കിടുമോ എന്നൊക്കെ അറിയില്ല കേട്ടോ. പഠിക്കാം, സമയമില്ല. കെമിസ്ട്രി ആണേ, വല്ല ഹ്യൂമാനിറ്റീസ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, പൊട്ടുമെന്ന് ഉറപ്പായി. കെമിസ്ട്രി വാസ് സോ ബാഡ് സബ്ജക്റ്റ്. ഇത് എന്തിനാണ് ഇക്വിലിബ്രിയം എന്താണ് എനിക്കിപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. സത്യം പറയാം, അത് ആരോ ഉണ്ടാക്കിയാണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ പൊട്ടും ഉറപ്പായാൽ നമ്മൾ നിർത്തുക, മതിയാക്കല്ല. എല്ലാം മറന്നേക്കുക. ഞാൻ ചക്ക കൂട്ടാനും കഞ്ഞിയാണ് കുടിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് പറയാം. ഒരുപാടുണ്ടാവും പറയാൻ. അടുത്തത് മാത്സ് ഡെഫിനറ്റ്ലി കുക്ക്ഡ്. ബൈ. അപ്പോൾ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു ഗൈസ്. കെമിസ്ട്രി കഴിഞ്ഞു. കെമിസ്ട്രി കൊള്ളത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാൻ അത്യാവശ്യം നല്ലോണം ടൈം എടുത്തു. എനിക്ക് നല്ലോണം ടൈം എടുത്തു. എൻ്റെ കൂടെ ഉള്ളവർ അങ്ങനെ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് മൊത്തത്തിൽ ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കെമിസ്ട്രി പരീക്ഷ. വന്നലമ്പായിരുന്നു. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം എടുക്കണ പോലെ തോന്നി. അപ്പോൾ ആൻസേഴ്സ് എഴുതാൻ സമയം കുറയാനും പിന്നെ ആൻസേഴ്സ് എഴുതാൻ നന്നായി പഠിച്ചു പോയത് കൊണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയാം. എനിക്ക് മനസ്സിലായിരുന്നു. എനിക്കൊന്നും പറയാനുണ്ടാവും. അമേസിങ് അങ്ങനെയായിരുന്നു. എന്നോട് എല്ലാവരും അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചവരും എൻ്റെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ എഴുതാണ്ട് ഇതേപോലെ ആയിരുന്നു.
ബാക്കിയുള്ളവർക്കും എനിക്ക് അറിയില്ല, ഞാൻ എല്ലാവരോടും ചോദിക്കാൻ പോയിട്ടില്ല. അപ്പം അത്രയൊക്കെയുള്ള, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത്. ബൈ.